ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ക്യാൻ മേക്ക് ലോസ് ടു റെഗുലേറ്റ് ഓർ റെസ്ട്രിക്ട് എനി എക്കണോമിക് ഫൈനാൻഷ്യൽ പൊളിറ്റിക്കൽ ഓർ അതർ സെക്യുലർ ആക്ടിവിറ്റീസ് വിച്ച് മേ ബി അസോസിയേറ്റഡ് വിത്ത് റിലീജിയസ് പ്രാക്ടീസ് എന്നൊരു കാര്യം. അതായത് റിലീജിയസ് പ്രാക്ടീസുമായിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള എന്നാൽ ഡ്യൂ പ്രോസസ് ഓഫ് ലോ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സുപ്രീം കോടതി ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറയാനുള്ള സാധ്യത വളരെ അധികമാണ്. കാരണം നമ്മുടെ സുപ്രീം കോടതി ഇപ്പോൾ ഒരു 4-5 വർഷത്തിനുള്ളിൽ ഡ്യൂ പ്രോസസ് ഓഫ് ലോയും കൂടി നോക്കുന്നുണ്ടായിരുന്നു. അതായത് ഹലോ ഹായ് SVT ടോക്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം ഇപ്പോഴത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് വഖഫ് ബോർഡ് അമെൻമെന്റ് ബില്ലാണ്. ഇത് ഓൾറെഡി ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സായി കഴിഞ്ഞു. ഇനി പ്രസിഡന്റിന്റെ ഒരു സൈനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു നിയമമാവാൻ പോവുകയാണ്. എന്നാൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ബില്ലിന്റെ പ്രൊവിഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക്, ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്, നമുക്കറിയാം ഇത് ഓൾറെഡി ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സായി കഴിഞ്ഞു. ഇത് പാസ്സായതിനു ശേഷം ഒപ്പോസിഷൻ പാർട്ടി പറഞ്ഞിട്ടുള്ളത് ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു ബില്ലാണെന്നാണ്. അതായത് ഭരണഘടന വിരുദ്ധമായിട്ടുള്ള ഒരു നിയമമാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ് ഒപ്പോസിഷൻ പാർട്ടീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്യാൻ നിൽക്കുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റിയാണ്. നമുക്കറിയാം നമ്മുടെ രാജ്യം സെക്യുലർ നേഷൻ എന്നാണ് പറയുന്നത്. അതിനുള്ള തെളിവ് എന്ന് പറയുന്നത് നമ്മളുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള പ്രൊവിഷൻസ് ആണ്. കാരണം ആ പ്രൊവിഷൻസിലാണ് ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന കാര്യം വരുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ ഒരു സെക്യുലർ ആയിട്ടുള്ള നേഷൻ ആണെന്ന് പറയുന്നത്. കാരണം അതിലുള്ള ഓരോ പ്രൊവിഷൻ കൊണ്ടാണ്. എന്നാൽ ആ പ്രൊവിഷനിൽ തന്നെ ചില എക്സെപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും പബ്ലിക് ഓർഡേഴ്സ്, മൊറാലിറ്റി, അതുപോലെ ഹെൽത്ത്, അങ്ങനെയുള്ള എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതുപോലെ തന്നെയുള്ള വേറൊരു കാര്യമാണ് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ക്യാൻ മേക്ക് ലോസ് ടു റെഗുലേറ്റ് ഓർ റെസ്ട്രിക്ട് എനി എക്കണോമിക് ഫൈനാൻഷ്യൽ പൊളിറ്റിക്കൽ ഓർ അതർ സെക്യുലർ ആക്ടിവിറ്റീസ് വിച്ച് മേ ബി അസോസിയേറ്റഡ് വിത്ത് റിലീജിയസ് പ്രാക്ടീസ് എന്നൊരു കാര്യം. അതായത് റിലീജിയസ് പ്രാക്ടീസുമായിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, അത് ഫിനാൻഷ്യൽ ആവട്ടെ, എക്കണോമിക് ആവട്ടെ, പൊളിറ്റിക്കൽ ആവട്ടെ, അല്ലെങ്കിൽ മറ്റു സെക്യുലർ ആക്ടിവിറ്റീസ് ആവട്ടെ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ റെസ്ട്രിക്ട് ചെയ്യാനോ അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യാനോ സ്റ്റേറ്റിന് എന്ത് ചെയ്യാം, നിയമം ഉണ്ടാക്കാം എന്നൊരു കാര്യം. അതിനെ ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഉള്ള നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് വഖഫ് അമെൻമെന്റ് ബില്ല് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സർക്കാർ ഇവിടെ ചെയ്ത ഒരു കാര്യം, നമ്മുടെ നേഷൻ എന്ന് പറയുന്നത് സെക്യുലർ ആയിട്ടുള്ള ഒരു നേഷനാണ്. അങ്ങനെ വരുമ്പോൾ ഒരു റിലീജിയസ് പരമായിട്ടുള്ള ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഒരു ഗവൺമെന്റ് കോൺട്രവേഴ്സി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊവിഷൻസ് ഒരിക്കലും ആഡ് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നാൽ ഈ ഒരു വഖഫ് അമെൻമെന്റ് ബില്ലിൽ ഒരുപാട് കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊവിഷൻസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നോൺ മുസ്ലിം റെപ്രസെന്റേഷൻസ് എന്ന് പറയുന്നത്. അതായത് സ്റ്റേറ്റ് ബോർഡിലായാലും അല്ലെങ്കിൽ സെൻട്രൽ ബോർഡിലായിരുന്നാലും ശരി, നോൺ മുസ്ലിം റെപ്രസെന്റേഷൻസ് വേണമെന്നാണ്, ബോർഡിൽ വേണമെന്നാണ് ആ ഒരു ബില്ലിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കാരണം ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ബോഡി വരുമ്പോൾ ആ റിലീജിയസ് പരമായിട്ടുള്ള ആ റിലീജിയസിൽ ആരൊക്കെയാണോ അവരെ വേണം ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ നോൺ മുസ്ലിം ആയിട്ടുള്ള, ഇത് മുസ്ലിം ബോഡിയാണ്, അതുകൊണ്ട് തന്നെ നോൺ മുസ്ലിം ആയിട്ടുള്ള ഒരാളെ എൻ്റർ ചെയ്യുന്നത് ഒരു കോൺട്രവേഴ്സി, ഒരു ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രൊവിഷൻ തന്നെയാണ്. അത് ഗവൺമെന്റ് ഒഴിവാക്കേണ്ടതായിരുന്നു. നമുക്കറിയാം ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും ഒക്കെ വേണ്ടതാണ്. അത് ഏതൊരു ബോർഡ് ആയിരുന്നാലും ശരി, അതിന് ആ കാര്യങ്ങളൊക്കെ വേണം. എന്നാലേ ആ ഒരു ബോർഡ് നല്ല രീതിയിൽ പോവുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു റിലീജിയസ് പരമായിട്ടുള്ള ഒരു ബോഡിയുടെ മുഴുവനായിട്ടും തകർക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു നോൺ മുസ്ലിം റെപ്രസെന്റേഷൻസ് എന്ന് പറയുന്നത് അത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. കാരണം ദേവസ്വം ബോർഡിൽ ഒരു നോൺ ഹിന്ദു റെപ്രസെന്റേഷൻസ് വേണം എന്ന് പറയുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് ഇവിടെയും ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലുള്ള വേറൊരു കാര്യമാണ് സ്റ്റേറ്റിന്റെ, അതായത് ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻസ് കൂടുന്നു, ഇടപെടൽ കൂടുന്നു എന്നൊരു കാര്യം. നമ്മുടെ ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ ഒരു പ്രത്യേകതയാണ് സ്റ്റേറ്റിന് റിലീജിയസ് പരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടാം, പക്ഷെങ്കിൽ അതൊരു മിനിമം ആയിട്ടുള്ള ഇടപെടൽ മാത്രമേ അവിടെ നടക്കാൻ പാടുള്ളൂ എന്നാണ്. എന്നാൽ ഈ ഒരു ബില്ല് ആക്ട് ആവുന്നതിലൂടെ, അതായത് വഖഫ് അമെൻമെന്റ് ബിൽ എന്ന് പറയുന്ന ഒരു കാര്യം ഒരു ആക്ട്, നിയമമായി മാറുന്നതിലൂടെ അതിനുശേഷം നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ, ഗവൺമെന്റിന്റെ മാക്സിമം ഇന്റർവെൻഷൻ ആണ് ഇതിലേക്ക് നടക്കുന്നത്. കാരണം ഈ ബില്ലിൽ ഒരു പ്രൊവിഷൻ ഉണ്ട്. ആ പ്രൊവിഷൻ എന്ന് പറയുന്നത് ഒരു ബോർഡ്, അതായത് ഒരു ലാൻഡ് വഖഫ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് വഖഫ് ആയിരുന്നു ആദ്യം. എന്നാൽ ഇത് ആക്ട് ആകുന്നതിലൂടെ അത് സ്റ്റേറ്റ് ഗവൺമെന്റ് തീരുമാനിക്കുന്ന ഒരു അതോറിറ്റി, അത് ഒന്നെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടർ ആവാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ആരെയാണോ
തീരുമാനിക്കുന്നത് ആ വ്യക്തിയാവാം ആ ഒരു കാര്യം തീരുമാനിക്കുന്നത്. നമുക്കറിയാം ബ്യൂറോക്രാറ്റിക് റെഡ് ടാപ്പിസം എന്നൊരു കാര്യമുണ്ട്. അതായത് ബ്യൂറോക്രാറ്റിക് ഡിലേ എന്നൊരു കാര്യം. ബ്യൂറോക്രസിന്റെ അടുത്ത് എന്ത് പോയാലും അത് ഭയങ്കരമായിട്ട് ഡിലേ ആവുന്നു എന്നൊരു കാര്യം. അതുപോലെ തന്നെ ഈ ഒരു കാര്യവും ഇനി ഡിലേ ആവാൻ പോവുകയാണ്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. ബ്യൂറോക്രസിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ഡിലേ ആകും. അതാണ് ചരിത്രം. അതുപോലെ തന്നെ ഒരു കാര്യമാണ് സ്റ്റേറ്റിന്റെ കൂടുതലായിട്ടുള്ള ഇന്റർവെൻഷൻസ്. പലയിടത്തും സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒക്കെ പവേഴ്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഈ വഖഫ് ബോർഡിലേക്ക് ഇടപെടാനുള്ള പവേഴ്സ്. അതിലൂടെ മാക്സിമം ഇന്റർവെൻഷൻസ് ആണ് ഒരു റിലീജിയസ് മാറ്ററിലേക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുന്നത്. അത് ഇന്ത്യൻ സെക്യുലറിസത്തിന് നല്ല ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാൽ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബില്ലിന് യാതൊരു തരത്തിലുള്ള ഒരു കുഴപ്പവുമില്ല. എന്നാൽ ഡ്യൂ പ്രോസസ് ഓഫ് ലോ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സുപ്രീം കോടതി ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് പറയാനുള്ള സാധ്യത വളരെ അധികമാണ്. കാരണം നമ്മുടെ സുപ്രീം കോടതി ഇപ്പോൾ ഒരു 4-5 വർഷത്തിനുള്ളിൽ ഡ്യൂ പ്രോസസ് ഓഫ് ലോയും കൂടി നോക്കുന്നുണ്ടായിരുന്നു. അതായത് കേസിന്റെ മെറിറ്റ് മാത്രമല്ല മറ്റു ചില കാര്യങ്ങളും കൂടി നോക്കിയിട്ട്, അതായത് ഈ ഒരു ബില്ലിൽ പ്രത്യേകിച്ച് നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു റിലീജിയസ് ബോഡിയാണ്. ആ ഒരു റിലീജിയസ് ബോഡിയിൽ നോൺ മുസ്ലിം ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻസ് വേണോ എന്നൊരു ചോദ്യം സുപ്രീം കോടതിയുടെ അടുത്ത് വരും. അത് ഡ്യൂ പ്രോസസ് ഓഫ് ലോയിലൂടെയാണ് ആ കണ്ണുകളിലൂടെയാണ് സുപ്രീം കോടതി നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് സുപ്രീം കോടതി പറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഇത് ഇതുവരെ കേസായിട്ട് പോയിട്ടില്ല. ഒപ്പോസിഷൻ പാർട്ടീസ് പറഞ്ഞത് ഇത് കേസായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളൊരു കാര്യമാണ്. റിലീജിയസ് കാര്യത്തിൽ ഇടപെടണം സ്റ്റേറ്റ്, പക്ഷെങ്കിൽ അത് മിനിമം ആയിട്ടുള്ള ഇടപെടൽ മാത്രമാവണം. അല്ലാതെ അതുപോലെ തന്നെ ഒരു നിയമം റിലീജിയസ് പരമായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, റിലീജിയസ് റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ലോസ് ഉണ്ടാക്കാതിരിക്കുക. അതിപ്പം മുസ്ലിംസിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ റിലീജിയൻസിന്റെ നിയമം ഉണ്ടാക്കുമ്പോഴും ഈ ഒരു കാര്യം ഗവൺമെന്റ്, എല്ലാ സർക്കാരും, അത് സ്റ്റേറ്റ് ആവട്ടെ സെൻട്രൽ ആവട്ടെ, എല്ലാവരും അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു ബില്ലിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആണ്. അത് നല്ലൊരു ഒബ്ജക്റ്റീവ് ആണ്. കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം വഖഫ് ബോർഡിന്റെ പേരിൽ ഒരുപാട് കേസസ്, അതായത് വഖഫ് ബോർഡിന് അഗൈൻസ്റ്റ് ആയിട്ട് ഒരുപാട് കേസസ് ഇപ്പോൾ പെൻഡിങ്ങിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ബോഡിയിൽ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി വേണം, അത് നിർബന്ധമാണ്. എന്നാൽ ഈ ഒരു നിയമത്തിൽ, അതായത് ഈ ഒരു ബില്ലിൽ ചില പ്രൊവിഷൻസ് ഉണ്ട്. ആ പ്രൊവിഷൻസ് കാരണം ഈ മൊത്തം ഒബ്ജക്റ്റീവിനെയും കളങ്കപ്പെടുത്തുന്ന രൂപത്തിലാണ് ഇപ്പോൾ ആ ഒരു ബില്ല് ഉള്ളത്. ആ ഒരു പ്രൊവിഷൻസ്, ഏതാനും ചില പ്രൊവിഷൻസ് മാറ്റി കഴിഞ്ഞാൽ ഈ ഒരു ബില്ലിന്റെ ഒബ്ജക്റ്റീവ് കറക്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.